ദൈവനാമത്തിന് മഹത്വം. ആരാധനയോടുള്ളതായ ബന്ധത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 11-ന്റെ 26-ാം വാക്യം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. മറ്റൊരു വാക്യം കൂടി ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. ലൂക്കോസ് സുവിശേഷം 22-ന്റെ 19-ാം വാക്യം മാത്രം. പിന്നെ അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന്. നമുക്കറിയാം, കർത്തൃമേശ എന്നുള്ളത് കർത്താവ് താൻ തന്നെ കൽപ്പിച്ചാക്കിയിട്ടുള്ളതായ ഒരു വിലയേറിയ ശുശ്രൂഷയാണ് എന്ന്. അതാണ് നാം ഒടുവിൽ വായിച്ച വേദഭാഗത്ത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി. നാം ആദ്യം വായിച്ചതായ ഭാഗത്ത് കാണുന്നത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളത്. ഇംഗ്ലീഷിൽ ചില പരിഭാഷകളിൽ വായിച്ചാൽ ഈ പ്രൊക്ലെയിം ഹിസ് ഡെത്ത് എന്നാണ് നമുക്ക് അവിടെ കാണാം. പ്രൊക്ലെയിം കുറച്ചുകൂടി ശക്തിവത്തായിട്ട് പ്രസ്താവിക്കുന്നു എന്നുള്ളതിനേക്കാട്ട് കുറച്ചും കൂടി ശക്തമായിട്ടുള്ളതായ ഭാഷയിൽ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അതിശക്തമായി വിളിച്ചു പറയുന്നു എന്നുള്ളതായ ആശയമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ നാം പ്രഖ്യാപിക്കുകയാണ്, അത് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ അപ്പം എന്നുള്ളത് കർത്താവിന്റെ ശരീരത്തെ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അവന്റെ ശരീരം നമുക്കായിട്ട് തകർക്കപ്പെട്ടതായ ഓർമ്മയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നതായ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചുള്ളതായ ഓർമ്മയാണ് ഈ അപ്പത്തിൽ നിന്ന് നാം ഭക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ താൻ കലുവിലെ കുരിശിൽ, ആ ഗോൽഗോത്താവിൽ നമുക്കായിട്ട് ചൊരിഞ്ഞതായ രക്തം നമ്മുടെ പാപങ്ങളെ മുറ്റും കഴുകിക്കളയുവാൻ തക്കവണ്ണം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നാം പറയും. അപ്പോൾ ഈ അപ്പത്തിൽ നിന്ന് നാം ഭക്ഷിക്കുകയും അല്ലെങ്കിൽ ഭാഗവാക്കുകളായി തീരുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് വരുവോളം ഈ ഓർമ്മയാണ് നാം പ്രസ്താവിക്കുന്നത്, അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്, വിളിച്ചു പറയുന്നത്. അതാണ് നമുക്കറിയാം, രക്തത്തിലാണ്
ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്നറിയാം. അവന്റെ ജീവരക്തം മുഴുവനായിട്ട് നമുക്ക് ഊറ്റിക്കൊടുത്തു. അതിൽ നിന്നാണ് നാം പങ്കുകൊടുത്തത്. ഈ വലിയ ഓർമ്മ ഇതിൽ നിന്നാണ് നാം പങ്കുകൊള്ളുന്നതുകൊണ്ട് സ്വർഗം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ മരണത്തിൽ പിതാവ് നാം അതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ, നാം അത് പ്രഖ്യാപിക്കുമ്പോൾ, ഉറച്ച് പ്രഖ്യാപിക്കുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ അത് സ്വർഗം സന്തോഷിക്കുന്നതായ ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നാം ഇത് ഓർക്കേണ്ടത് അവന്റെ വരവ് വരെയാണ്. ഇതൊന്നും നിർത്തിക്കളയുന്നതായ ഒരു ചുമതലയല്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് കർത്താവ് താൻ ചെയ്തതായ ആ വലിയ ആ കാര്യം, ആ പ്രായശ്ചിത്ത മരണം, അതിനെക്കുറിച്ച് ഓർക്കുവാൻ തക്കവണ്ണം രാവിലെ വളരെ സന്തോഷത്തോടു കൂടി കടന്നുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈ ചിന്ത പടരുവാൻ തക്കവണ്ണമായിട്ട് മാറട്ടെ. നിലനിൽക്കുവാൻ, അവന്റെ വരവ് വരെയും അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ഞായറാഴ്ച തോറും, എല്ലാ ഞായറാഴ്ചകളിലും, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ് നാം ആചരിച്ചു വരുന്നത്. അപ്പോസ്തലന്മാർ തുടങ്ങി ആചരിച്ചു വരുന്നതായ കൽപ്പന, അത് അവന്റെ ശരീരം നമുക്ക് വേണ്ടിയിട്ട് അടിച്ച് തകർക്കപ്പെടുകയും അവന്റെ രക്തം മുഴുവനായിട്ട് ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ സ്മരണയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ നന്ദിയോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടി ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകും. അവൻ നമുക്കായി ചെയ്തതായ കാര്യങ്ങളെ ഓർക്കണം. അത് അവന്റെ വരവ് വരെയും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ വന്നിട്ടില്ല എന്ന് ഒരിക്കൽ നമ്മുടെ മരണം വരെയും അനുഷ്ഠിക്കേണ്ടതായ ഇത് വലിയ ശുശ്രൂഷയാണ്. ദൈവത്തിന് മഹത്വങ്ങളെ എല്ലാവരുടെയും നാമത്തിലേക്ക് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് അവനെ വീണ്ടും ആരാധിക്കാം. നാമത്തിന് സ്തോത്രം ചെയ്യാം.